മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും കരുണയും പ്രതാപനും എല്ലാം വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. ഈ മഹാലക്ഷ്മിയും കണ്ണനും കുടിക്കുന്ന പായസം ഇവർ കലക്കി വെച്ച പായസമാണെന്ന് തന്നെയാണ് ഇവർ കരുതിയിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു മറിമായം നടന്ന ഇവരാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ സിദ്ധൻ്റെ രൂപത്തിൽ ഒരാൾ വന്നതും പായസം മാറി കുടിക്കുന്നതൊന്നും ഇവരറിയുന്നില്ല. ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇവർ വിഷം കലർത്തി വെച്ചിട്ടുള്ള പായസമാണ് കുടിച്ചിരിക്കുന്നതെന്നാണ്. അങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും ഇവരുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ മോഹിനിയെ ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി. അങ്ങനെ മഹാലക്ഷ്മിയും മോഹിനിയും വരുന്നത് കാണുമ്പോഴേക്കും കരുണയും മുത്തശ്ശിയും പ്രതാപനുമെല്ലാം വളരെയേറെ ദേഷ്യം തോന്നുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മളാരും ഇന്ന് ദേഷ്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അവൻ്റെ അവസാനത്തെ രാത്രിയല്ലേ ഇന്ന്, അതുകൊണ്ടിട്ടാണ് അമ്മയുമായിട്ട് മകൾ അത്രയും സന്തോഷിക്കട്ടെ, ഒരു കുഴപ്പവുമില്ല, അവരുടെ ആഘോഷം നന്നായിട്ട് തന്നെ നടക്കട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ മോഹിനി എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് വായിലെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോഹിനിയുടെ സന്തോഷം കാണുമ്പോഴേക്കും പ്രതാപം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ നാളെ മുതൽ കരയാനുള്ളതല്ലേ, നീ ഇന്ന് നന്നായിട്ട് ആഘോഷിച്ചോടി, നിൻ്റെ കാര്യങ്ങളെല്ലാം നാളത്തോണ്ട് തീരും എന്നെല്ലാം പ്രതാപൻ്റെ മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ എല്ലാവരുടെയും ഫോട്ടോ എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വളരെ സന്തോഷപൂർവ്വം തന്നെ മഹാലക്ഷ്മിയും കണ്ണനും അവിടെ നിന്ന് പിരിയുന്നുണ്ട്. അതേസമയം കരുണയാണെങ്കിൽ ഉണ്ണിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എല്ലാം സമാധാനമായിട്ട് ഇരുന്നോളൂ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ ഞാൻ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്നും നടത്തിയതുപോലെ ഒന്നും ഒരു കാര്യവും ചീറ്റിപ്പോയില്ല, എന്താണെങ്കിലും 2 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ കഥ കഴിയും എന്നെല്ലാം ഉണ്ണിയെ വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഉണ്ണിയേട്ടനാണെങ്കിൽ അയാളുടെ കസേരയിൽ ഇരിക്കാനായിട്ട് തയ്യാറെടുത്തോളൂ, ഞാൻ അവളുടെ കസേരയിൽ ഇരിക്കാനും തയ്യാറെടുക്കുകയാണ്, അതിനൊന്നും അധികം ദിവസങ്ങളില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ഉണ്ണിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. ഉണ്ണി പറയുന്നുണ്ട്, എന്താണെങ്കിലും നിന്നെക്കൊണ്ട് ഇതിനെല്ലാം സാധിച്ചല്ലോ, ഞാൻ വിചാരിച്ചതിന് അപ്പുറമാണല്ലോ നീ ചെയ്തതെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഞാനൊരു മിടുക്കിയല്ലേ, ഞാനൊരു കാര്യം ആലോചിച്ചാൽ അത് നടത്തിയിരിക്കുമെന്ന് ഉണ്ണിയേട്ടൻ അറിയില്ലേ, ഉണ്ണിയേട്ടൻ എന്നെ ഇങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കരുണ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താണെങ്കിലും അധികം ദിവസം ഇല്ലല്ലേ മുത്തശ്ശി, നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നു, അതിനെന്താ മോളെ, അവൾ പായസം കുടിക്കുന്നത് നമ്മൾ 2 പേരും കണ്ടതല്ലേ, അവനും കുടിച്ചു അവളും കുടിച്ചു, ഇനിയിപ്പോൾ എന്താണെങ്കിലും അവരുടെ കഥ കഴിയാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. ഇനി എൻ്റെ മോൾക്ക് കമലേശ്വരം വീട്ടിൽ മഹാറാണിയെ പോലെ ജീവിക്കാം, സർവ്വാധികാരവും ഉണ്ണിയുടെ കയ്യിൽ വന്ന് പെടുകയും ചെയ്യും. പിന്നെ ആ മഞ്ജു ആണെങ്കിൽ ആ സാഗറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് കൊണ്ട് അവൾക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവളെ നമുക്ക് അവിടെ നിന്നും പുറന്തള്ളാമല്ലോ, അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കുമ്പോളേ, നീ ആയിരിക്കും കമലേശ്വരത്തെ റാണിയായിട്ട് ഇനി ജീവിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. മുത്തശ്ശിയുടെ ഓരോ വാക്കുകളും കരുണയിലുണ്ടാകുന്ന ഊർജം ചെറുതല്ല. അങ്ങനെ കമലേശ്വരത്തെത്തുന്ന മഹിയെയും കണ്ണനെയും കാണുമ്പോഴേക്കും ദുർഗ ചോദിക്കുന്നുണ്ട്, എല്ലാ പരിപാടികളും കഴിഞ്ഞോ, ഭംഗിയായിട്ട് തന്നെ എല്ലാം നടന്നോ എന്നൊക്കെ ചോദിക്കുന്നു. എങ്ങനെയുണ്ട് മോനെ, നിൻ്റെ കാലിനെന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല, ആ വലത് കാലനങ്ങിയതല്ലാതെ പിന്നെ യാതൊരു വ്യത്യാസവും എനിക്കുണ്ടായിട്ടില്ല. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഇനി കുറേ നാൾ കൊണ്ടുള്ള ചികിത്സയിലാണ്, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ, ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇവർ വിശ്വസിക്കാൻ തയ്യാറില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, ദുർഗ, എന്താ മോനെ, ഇവർക്ക് 2 പേർക്കും ഒരു കൂസലും ഇല്ലാതെയാണല്ലോ അകത്തോട്ട് കയറി പോകുന്നത്, ഇത്ര വലിയ മാരകമായൊരു വിഷം കഴിച്ചിട്ട് ഇവർക്കൊന്നും സംഭവിച്ചിട്ട് മട്ടില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അമ്മേ, അത് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പ്രവർത്തനം ആരംഭിക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അമ്മ സമാധാനമായിട്ടിരിക്കും, 2 ദിവസത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ഇവർ 2 പേരിലും കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ റൂമിലെത്തുന്ന മഹിയും കണ്ണനും കൂടെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് ചെറുതായിട്ടൊന്ന് നടക്കണമെന്ന് തോന്നുന്നുണ്ട്, തൻ്റെ കയ്യിൽ പിടിച്ച് താൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിനിപ്പോൾ നടക്കാമല്ലോ, അതിനെന്താ കുഴപ്പം, ഞാൻ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും കൂടെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് മഹിക്ക് കണ്ണനെ പിടിക്കാനുള്ള ശേഷിയില്ല. അങ്ങനെ കണ്ണനും മഹിയും കൂടെ കട്ടിലിലോട്ട് വീഴുന്നുണ്ട്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.